ഈ കാണുന്ന സസ്യത്തിൻ്റെ പേരാണ് മുക്കാപ്പിരിയൻ അല്ലെങ്കിൽ മുക്കാപ്പിരി എന്നൊക്കെ വിളിക്കുന്ന ഒരു വള്ളി സസ്യം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മുക്യ മാഡ്രസ് പാറ്റാന എന്നാണ്. ഇത് സംസ്കൃതത്തിൽ പരിപുഷ്കര എന്നറിയപ്പെടുന്ന സസ്യം. ഇത് ഒരു വള്ളി സസ്യമായിട്ട് വളരുന്ന ഒരു സസ്യമാണ്. നമ്മുടെ പാവൽ, അതുപോലെ പടവലം, അതുപോലുള്ള നമുക്ക് വള്ളിയായിട്ട് പടർന്നു വരുന്ന ഒരു സസ്യമാണ്. നമ്മുടെ റോഡ് സൈഡിലും ഒക്കെ കാടുകളിലുമൊക്കെ നിങ്ങൾക്കിത് സാധാരണമായി കാണാൻ കഴിയുന്ന ഒരു സസ്യമാണ് ഈ മുക്കാപ്പിരിയൻ എന്നുള്ള സസ്യം. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കാണുന്ന നല്ല പച്ചപ്പാർന്നുള്ള ത്രികോണ ആകൃതിയിലുള്ള ഇലകളാണ്. ഈ ഇലകളുടെ അരികൾ നമ്മൾ ഈ കത്രിക കൊണ്ട് കട്ട് ചെയ്ത പോലുള്ള ഷേപ്പാണ്. അതേപോലെ ഒരു പ്രത്യേക ഷേപ്പുള്ള ഇലകളാണ് ഈ മുക്കാപ്പിരിയൻ എന്നുള്ള സസ്യത്തിനുള്ളത്. ഇത് ഇങ്ങനെയുള്ള ഈ സ്പ്രിങ് പോലുള്ള ഇതിൻ്റെ ഇത് കാണും. ഇതിങ്ങനെ മറ്റു ചെടികളിൽ പിടിച്ചാണ് ഈ സസ്യം വളരുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പച്ചക്കായ. ഇത് നമ്മുടെ സാധാരണ ഒരു ചെറിയ തണ്ണിമത്തന്നെ പോലുള്ള ചെറിയ വരകളുള്ള ചെറിയ കായയാണ്. ഇത് ഒരു 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ചെറിയ കായകളാണ് ഈ കാണുന്നത്. ഇത് പച്ചക്കായാണ്. ഇത് ഇലയും ഞെട്ടും ചേർന്നെടുത്താണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ കായകളും ഉണ്ടാകുന്നത്. ചെറിയ മഞ്ഞ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഏകദേശം 1 സെൻറ്റിമീറ്റർ വലുപ്പത്തിനകത്ത് വരുന്ന ചെറിയ പൂക്കൾ. എന്നിട്ട് കായും ആ തണ്ടിൽ തന്നെ ഈ തണ്ടും ഇലയും ചേർന്ന ഞെട്ടുകളും ചേരുന്ന ഗ്യാപ്പിലാണ് ഈ കായകളും ഉണ്ടാകുന്നത്. ഇത് സാധാരണ ഒരു കളസസ്യമായിട്ട് കാടുകളിലും പറമ്പുകളിലുമൊക്കെ കണ്ടുവരുന്ന ഒരു സസ്യമാണിത്. ഈ കാണുന്നതാണ് എൻ്റെ പഴുത്ത കായ. ഇത് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിറയെ വിത്തുകളാണ് ഇതിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കഴിക്കാനും പറ്റത്തില്ല. ഇത് ഒരു പ്രത്യേകമായൊരു ഗന്ധമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് നമുക്കിത് കഴിക്കാൻ തോന്നത്തില്ല. ഇത് അരികൾ കൂടുതലാണ്. ഈ അരികളിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഇതിലുണ്ടാകുന്നത്. പ്രധാനമായും ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ മുക്കാപ്പിരിയൻ എന്നുള്ളത്. ഇത് നമ്മുടെ കർക്കിടക മാസത്തിലെ തീയതികളിൽ ഇല കഴിക്കുന്ന ആ പ്രധാന ഒരു ഇലയാണ് ഈ മുക്കാപ്പിരിയൻ എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിലെ 10 ഇല കഴിക്കുന്നതിൽ ഒരു സസ്യമാണ് ഈ മുക്കാപ്പിരിയൻ എന്നുള്ള സസ്യം. അതായത് 1-ാം തീയതി ഒരു ഇല, അങ്ങനെ 10ാമത്തെ ദിവസം 10 ഇല വെച്ച് കഴിക്കുന്ന ഒരു സസ്യമാണ് ഈ മുക്കാപ്പിരിയൻ എന്ന് കേട്ടിട്ടുണ്ട്. കൂടാതെ ഇത് നമുക്ക് കന്നുകാലികൾക്ക് ഒരു ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ മുക്കാപ്പിരിയൻ എന്നുള്ളത്. ഇതിൻ്റെ തളിരില തോരൻ വെച്ച് കഴിക്കാൻ കഴിയാവുന്ന ഒരു ഇലയാണ് എന്ന് പറയപ്പെടുന്നു. കൂടാതെ നല്ലൊരു ജൈവ വളമാറ്റം ഉപയോഗിക്കാവുന്ന ഒരു സസ്യമാണ് ഈ മുക്കാപ്പിരിയൻ എന്നുള്ളത്. അപ്പോൾ ഇതാണ് മുക്കാപ്പിരിയൻ എന്നുള്ള സസ്യം. വീണ്ടും ഔഷധസസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വീഡിയോകളുമായി വീണ്ടും വരാം. ഓക്കെ, ഫോളോ ചെയ്യുക.